ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മലേഷ്യയിൽ വന്നിട്ടുള്ള ലാസ്റ്റ് ഡേ ആണ്, അതായത് 4th ഡേ ആണ്. ഇന്ന് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇവിടുത്തെ കുറച്ച് സ്ട്രീറ്റും മാർക്കറ്റൊക്കെ കാണാൻ പോകുന്നുണ്ട്. ഇന്നലെ ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് സ്ട്രീറ്റും മാർക്കറ്റൊക്കെയാണ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. അതിൽ കുറച്ചൊക്കെ നമ്മൾ ഓൾറെഡി വിസിറ്റ് ചെയ്തു. ഗൈഡ് ഇല്ലാണ്ട് തന്നെ നമ്മൾ ടൂർ പാക്കേജിൻ്റെ ടൈം കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ടാളും കൂടിയിട്ട് തന്നെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, ഗ്രാബ് വിളിച്ചിട്ട്. അതായത് ടാക്സി വിളിച്ചിട്ട് പുറത്ത് പോയിട്ട് നമ്മൾ കുറച്ചൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് സ്ട്രീറ്റ് വിസിറ്റിംഗ് ആണ് ടൂർ പാക്കേജിലുള്ളത്. നമ്മളൊരു 10:30, 11 ആകുമ്പോൾ ഈ റൂം വെക്കേറ്റ് ചെയ്യും. ദെൻ നമ്മൾ ബസ്സിൽ ഓരോ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് പ്ലാൻ. ദെൻ നമുക്ക് ഫ്ലൈറ്റ് വരുന്നത് നൈറ്റ് ആണ് കേട്ടോ. നൈറ്റ് എനിക്ക് തോന്നുന്നു 8 o'clock 8:30ക്കാണ് ഫ്ലൈറ്റ്. കൊച്ചി ലാൻഡ് ചെയ്യേണ്ടത് 10:30 ഐ തിങ്ക്, ആ ഒരു ടൈമിലാണ്. യെസ്, അപ്പോൾ ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മളിന്ന് മോർണിംഗ് പൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി പൂളാണ് കേട്ടോ, നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞാനൊരു ഷോർട്ട് ബ്ലോഗായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും റെഡിയായി, ഇനി ഇവിടുന്ന് ഇറങ്ങണം കുറച്ച് കഴിഞ്ഞാൽ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. ഞാനൊരു ഷർട്ടാണ് വെയർ ചെയ്തേക്കുന്നത്, ഒരു ഓവർ സൈസ് ആയിട്ടുള്ള ഷർട്ടും അതുപോലെ തന്നെ ബാഗി പാൻറ്റും. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലൊരു ടാങ്ക് ടോപ്പ് പെയർ ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് കളറാണ്. ആൻഡ് പിന്നെ ഇത് ഇവിടെ നിന്ന് വാങ്ങിയൊരു ബെൽറ്റാണ് കേട്ടോ. ഇത് ഏതോ ഒരു ബ്രാൻഡിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ്. യെസ്, അപ്പോൾ ഞാൻ ഇങ്ങനെ ഇയറിംഗ് ഇതാണ് കേട്ടോ. ഇതാണ് 4 ഡേയും ഞാൻ വെയർ ചെയ്ത ഇയറിംഗ്. ലിപ്സ്റ്റിക്ക് ഞാൻ എനിക്ക് തോന്നുന്നു 3 ഡേ ഞാൻ വെയർ ചെയ്ത സെയിം ഷെയ്ഡ് തന്നെയാണ്, മെബ്ലൈൻ ന്യൂയോർക്കിൻ്റെ വിക്ഡ് പറഞ്ഞ ഷെയ്ഡ്. ഒറ്റ ദിവസമാണ് ഞാൻ വേറൊരു ഷെയ്ഡ് മാറ്റി പിടിച്ചത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. നല്ല ലോങ് ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ വൈപ്പ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഇതൊരു 24 hours മേലെ നിൽക്കുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ കൂടുതലും വെയർ ചെയ്യുക. ഒറ്റ ടൈം നമുക്ക് അപ്ലൈ ചെയ്താൽ മതി, പിന്നെ വീണ്ടും റീ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, അതുപോലെ തന്നെ സ്മച്ച് പ്രൂഫ് ആണ്, ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. കൊള്ളാം, അടിപൊളി ലിപ്സ്റ്റിക് ആണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. യെസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഒരു 10:30ക്ക് മുന്നേ ഇറങ്ങണം. 10:30ക്ക് ചെക്ക് ഔട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഒരു 10:20, 25 ആകുമ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങും. റൂം നമ്മളിപ്പോൾ ചെക്ക് ഔട്ട് ചെയ്യണം, കാരണം എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ മറന്നു വെച്ചിട്ടുണ്ടോ എന്ന് വെച്ച് ലാസ്റ്റ് ടൈം ഒന്ന് നോക്കുകയാണ് കേട്ടോ. കുറേ കബോർഡും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യം നമ്മൾ അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് തപ്പിപ്പോൾ 2-3 സാധനങ്ങളൊക്കെ കിട്ടി. അതൊക്കെ നമ്മൾ ബാഗിൽ എടുത്തിട്ട് കേട്ടോ. എനിക്ക് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫൈനലി നമ്മുടെ ബസ്സിൽ കയറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം കയറി തോന്നുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ബാക്കിയുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ക്യാഷ് കാണിച്ചു തരാം കേട്ടോ. അതായത് ഇവിടുത്തെ റിങ്കറ്റ് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ റിങ്കറ്റ് കേട്ടോ. 1, 10, 20, 50, 100. നമ്മുടെ നാട്ടിലത്തെ നോട്ടും ഇവിടുത്തെ നോട്ടും നല്ല വ്യത്യാസമാണ് കേട്ടോ. ഇതൊരു എന്താ പറയുക, പേപ്പർ നോട്ടല്ല, വേറൊരു ടൈപ്പ് ഇതിൻ്റെ എന്താ പറയുക മെറ്റീരിയലാണ്, പേപ്പർ അല്ല കേട്ടോ. ഒരു സിൽക്കി ടൈപ്പ് ഒരു നോട്ടാണ്. അങ്ങനെ നമ്മുടെ ഗൈഡ് ഇന്നത്തെ പ്ലാനൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. At that area, we'll see what the time that has been given to us is 12 o'clock, 12 to 1. പുള്ളിക്കാരൻ ഇന്നത്തെ പ്ലാനൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. ഇന്ന് എപ്പോഴൊക്കെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോണത്, എവിടേക്കാണ് പോണത്, ഏതൊക്കെ സ്ഥലം കാണാനാണ് പോണത്, എത്ര ടൈം ഉണ്ടാവും, അതൊക്കെയാണ് ആൾ ഡെയിലി പറയാറുള്ളത് കേട്ടോ. പ്ലാനും കാര്യങ്ങളും നമ്മൾ പോണ പാക്കേജിൻ്റെ. പിന്നെ ഈ ഒരു പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് കമൻറ്റ് കണ്ടു. ഞാൻ അത് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഫസ്റ്റ് നമ്മൾ പോയത് ട്വിൻ ടവറിലോട്ടാണ്. നമ്മളിതാ ഇനിയിപ്പോൾ മലേഷ്യയിൽ നിന്ന് പോവുകയാണ്. അങ്ങനെ അവസാനമായി ട്വിൻ ടവറിന് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇവിടെയാണെങ്കിൽ 5 രൂപ അല്ലെങ്കിൽ 10 രൂപ കൊടുത്തിട്ട് വേറൊരാൾക്കാരുടെ ഫോണിൽ നിന്ന് ഫോട്ടോ എടുത്ത് തന്നെ സംഭവം ഉണ്ട് കേട്ടോ. നമ്മൾ 5 റിങ്കറ്റ് അല്ലെങ്കിൽ 10 റിങ്കറ്റ് തോന്നുന്നു, 10 റിങ്കറ്റ് കൊടുത്തിട്ട് അങ്ങനെ ഞാൻ എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മളിതാ ബ്രഞ്ച് കഴിക്കാൻ പോയി, കാരണം നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. സോ ബ്രഞ്ചാണ്. എല്ലാം ഉണ്ടായിരുന്നു, ചിക്കൻ വറുത്തതും ചിക്കൻ കറിയും ഉപ്പേരിയും ചോറും തൈരും രസവും പായസവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മളൊരു സ്ട്രീറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ട്രീറ്റിൽ ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി ഷോപ്പ് കേട്ടോ. എന്താ പറയുക, ഫുള്ളൊരു ചോപ്പ് മയം, അങ്ങോട്ട് റെഡ് മയമായിരുന്നു കേട്ടോ. ഫുള്ള് എവിടെ നോക്കിയാലും റെഡാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ എവിടേക്കോ ഒരു മഞ്ഞ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ നേരെ പോകുന്നത് പെറ്റാലിംഗ് സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. നമ്മളിത് ഓൾറെഡി മുന്നേ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടേതായ ഒരു രീതിയിൽ നമ്മുടെ പാക്കേജിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞപ്പോൾ നൈറ്റ് നമ്മൾ രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നൈറ്റ് കാണുന്ന പെറ്റാലിംഗ് സ്ട്രീറ്റും ഇപ്പോൾ കാണുന്ന പെറ്റാലിംഗ് സ്ട്രീറ്റും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ട്, കാരണം തിരക്ക് നല്ലോണം ഉണ്ട്. അതുപോലെ തന്നെ ഷോപ്പ് നൈറ്റ് കുറച്ചും കൂടുതലുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ നടക്കണ ഏരിയസിലൊക്കെ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇന്ന് നൈറ്റ് പോയപ്പോൾ ഇപ്പോൾ ഷോപ്പ് കുറച്ച് കുറവാണ് കേട്ടോ. വിച്ചു എന്തോ ഒരു കോഫി കുടിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. ഞാൻ പിന്നെ വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. In this adventure, dreams run deep. On this road, every scene's a delight. From sunrise to starlight, day to night.
Nature's canvas unfolding so grand. In this journey we're living unplanned. On this road every scene's with the light. From sunrise to starlight, day to night. Nature's canvas unfolding. നമ്മൾ കാര്യമായിട്ട് വീട്ടിലേക്കൊന്നും മേടിച്ചില്ല, ഓൾറെഡി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു കേട്ടോ. കുറച്ച് റംബൂട്ടാൻ മേടിച്ചു. ഇത് മറ്റേ എന്താ പറയുക, സ്റ്റിക്ക്ഡ് റൈസും മാംഗോ ആ ഒരു സംഭവമാണ് കേട്ടോ. ഇത് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, ഇതുവരെ കഴിച്ചിട്ടില്ല. പിന്നെ വിച്ചുനോട് വെച്ച് വിച്ചു പറഞ്ഞു വെറുതെ വയറ് നാശാക്കണ്ട, തിരിച്ചെത്താനുള്ളതാണ് നാട്ടിലേക്ക്. അപ്പം ഞാൻ അതേപോലെ തന്നെ അതവിടെ വെച്ചു കേട്ടോ. പിന്നെ റംബൂട്ടാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കട്ട് ചെയ്ത ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു ബോട്ടിലും അതുപോലെ തന്നെ ഒരു വാട്ടർ മെലനും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ ഒരു ബോട്ടിൽ പോലെ ആക്കിയിട്ടാണ് കേട്ടോ അവർ തരാറുള്ളത്. കട്ട് ചെയ്തിട്ട് സ്റ്റിക്കൊക്കെ ആയിട്ട് തരും കേട്ടോ. ഇപ്പം ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാ, ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇളനീരിൻ്റെ വെള്ളം കുടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ എവിടെ നോക്കിയാലും ഇളനീരുണ്ടാവും കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്, എവിടെ നോക്കിയാലും ഇളനീരുണ്ടാവും. അധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഒരെണ്ണം കുടിച്ചു, പിന്നെ വിച്ചുവിന് വേണ്ടി വിച്ചു മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കുടിച്ചു. കുറേ ഇളനീർ വെള്ളം കുടിച്ചു കേട്ടോ. നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോയാലും നമുക്ക് ഗൈഡ് കുറച്ച് ടൈം തരും, ഇന്ന ടൈമിനുള്ളിൽ തിരിച്ചു വരണം എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ടൈം നമുക്ക് കുറേ ഉണ്ടായിരുന്നു, കാരണം നമ്മൾ ഓൾറെഡി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ കാരണം നമുക്ക് അധികം ഷോപ്പിംഗ് ചെയ്യാനുണ്ടായിരുന്നില്ല. അത് കാരണം നമുക്ക് കഴിക്കാനായിരുന്നു കുറേ ടൈം വേണ്ട വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ റംബൂട്ടാൻ പൊളിച്ച് കഴിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ളപ്പോൾ റംബൂട്ടാൻ കഴിക്കുന്നത് വളരെ അപൂർവമാണ്, കാരണം നല്ല റേറ്റാണ്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ഫ്രൂട്ട്സിൽ റേറ്റ് കുറവുള്ളത് റംബൂട്ടാനാണ്. വിച്ചു ചോദിച്ചു നാട്ടിലേക്ക് നമുക്കൊരു 5-6 കിലോ മേടിച്ച് കൊണ്ടുപോയാലോ. പക്ഷേ നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇൻ കേസ് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ ക്യാഷ് വേസ്റ്റ് ആവുമല്ലോ വെച്ച് നമ്മളത് മേടിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് റംബൂട്ടാൻ പൊളിച്ച് കുറേ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മളോട് നിൽക്കാൻ പറഞ്ഞൊരു പ്ലേസ് ഉണ്ടായിരുന്നു. അവിടെ വന്നിട്ടാണ് ബസ് വന്ന് നമ്മളെ പിക്ക് ചെയ്യാം. അപ്പോൾ അവിടേക്ക് പോയപ്പോൾ ബസ്സൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, അവിടെയും നമ്മൾ നേരത്തെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. വിച്ചു ഇതുവരെയായിട്ട് കഴിച്ച് നോക്കിയിട്ടില്ല കേട്ടോ പറഞ്ഞത്. പക്ഷേ ഞാൻ ഇതുപോലെ തന്നെയൊന്നും കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ടൈമിലാണ് ഞാൻ അത് കഴിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അധികം മധുരമില്ലാത്തൊരു ഫ്രൂട്ടാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ വൈറ്റും കഴിച്ചിട്ടുണ്ട്, ഈ ഒരു കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ടും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഡ്രസ്സും ആവരുത്. നല്ല കറിയാണ് കേട്ടോ, കാരണം എൻ്റെ ഈ ഒരു ഷർട്ടിൻ്റെ തുമ്പത്തായിട്ടുണ്ടായിരുന്നു, നല്ല കറിയാണ്. അപ്പോൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാനിരുന്നൊരു 4-5 പീസ് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുമ്പോഴേക്കും ബസ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. Cruising down the highway, windows down low. Sunset paints the sky in a fiery glow. Mountains rise up, touching clouds. ഇപ്പം നമ്മൾ വന്നേക്കുന്നത് ഒരു പള്ളിയുടെ ഭാഗത്തേക്കാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് അധികം ടൈം എടുത്തിട്ടാണ് എൻട്രി ഉള്ളത്. സോ നമ്മൾ ഉള്ളിലേക്ക് കയറിയില്ല. പിന്നെ ഇവിടെ ആകെ നമുക്ക് തന്ന സമയം ഒരു 20 മിനിറ്റ് ആണ്. അതുകൊണ്ട് ഉള്ളിലേക്ക് അലൗഡ് അല്ല തോന്നുന്നു, ഏറ്റവും ഉള്ളിലേക്ക് അലൗഡ് അല്ല. പിന്നെ അധികം നമ്മൾ അവിടെ നിന്നില്ല, കാരണം നമുക്ക് നല്ല വെയിലുണ്ടായിരുന്നു. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെ എല്ലാവരും ഇറങ്ങിയപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് എവിടേക്കാണ്, നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ പോവാണ് ഗൈസ്. നമ്മൾ രണ്ടുപേരും നല്ല ഫുഡ് കഴിക്കുന്ന ആളായ കാരണം നമ്മൾ ഫുഡൊക്കെ നല്ല രീതിക്ക് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു മലേഷ്യയിൽ വന്നിട്ട്. അങ്ങനെ നമ്മൾ ആദ്യം കിറ്റ്കാറ്റിൻ്റെ ഐസ്ക്രീം പറഞ്ഞു, പിന്നെ ഞാൻ ഡയറി മിൽക്കിൻ്റെ ഐസ്ക്രീം പറഞ്ഞു കേട്ടോ. ഇത് രണ്ടും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കിറ്റ്കാറ്റിൻ്റെയും ഡയറി മിൽക്കിൻ്റെ ഒക്കെ ഐസ്ക്രീം കാണുമ്പോൾ തന്നെ എനിക്ക് കഴിക്കാൻ തോന്നുന്നു കേട്ടോ. വിച്ചുവാണെങ്കിൽ ഡയറി മിൽക്കിൻ്റെ ഐസ്ക്രീം മാറ്റിയിട്ട് ഓറിയോയുടെ ഐസ്ക്രീം എടുത്തു. പിന്നെ അതിനുശേഷം നമ്മൾ വീണ്ടും ഐസ്ക്രീം മേടിച്ചു കേട്ടോ അവിടെ നിന്ന് തന്നെ, കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നല്ല വെയിലും നല്ല ഐസ്ക്രീമും കഴിക്കുമ്പോൾ നല്ലൊരു സുഖമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 2 പേര് ഇരുന്നിട്ട് ഐസ്ക്രീം കഴിക്കുകയാണ്. നമ്മൾ പള്ളി കാണാൻ വന്നിട്ട് പള്ളിയുടെ പുറത്ത് നിന്നിട്ടാണ് ഐസ്ക്രീം കഴിക്കാൻ എന്നിട്ട് പള്ളിയുടെ അടുത്തേക്കൊന്നും പോയില്ല നമ്മൾ. വിച്ചുവാണെങ്കിൽ വിച്ചുവിൻ്റെ ഐസ്ക്രീം ആദ്യമേ കഴിച്ച് കഴിഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കുക കേട്ടോ, തരുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തരില്ല എന്ന്. പിന്നെ ഞാൻ കൊടുത്തു കേട്ടോ. എനിക്ക് വിഷമം തോന്നിയപ്പോൾ ഞാൻ കുറച്ച് കൊടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഡയറി മിൽക്കിൻ്റെ ഐസ്ക്രീം നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു പ്രത്യേകത ഉള്ള പോലെ തോന്നി. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഒന്നിലൊതുക്കിയില്ല, നമ്മൾ വീണ്ടും പോയിട്ട് ഐസ്ക്രീം മേടിച്ചു. കിറ്റ്കാറ്റിൻ്റെ വൈറ്റ് കളർ ക്രീമുള്ള ഐസ്ക്രീമാണ് കേട്ടോ മേടിച്ചത്. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബസ് ഓൺ ടൈം എത്തിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ, നമ്മുടെ ബസ് വന്നു എന്ന്. അപ്പോൾ പിന്നെ ഐസ്ക്രീം കഴിച്ച് കൈയൊക്കെ ഒന്ന് ചെറുതായിട്ട് വൈപ്പ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. വേറെ ഒരു സ്ഥലത്തും കൂടി വണ്ടി ഇറക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല, കാരണം നല്ല വെയിലായിരുന്നു. അതെന്തോ വെയിലത്ത് നടക്കേണ്ട ഒരു സംഭവമായിരുന്നു, പക്ഷെ നമ്മൾ ഇറങ്ങിയില്ല കേട്ടോ. നമ്മൾ വണ്ടിയിൽ തന്നെ ഇരുന്നു. എന്തോ ഒരു സ്ക്വയറൊക്കെ കാണാൻ വേണ്ടി പോകുമായിരുന്നു കേട്ടോ. അത് നമ്മൾ ഫോണിലൂടെ കണ്ടു. പിന്നെ വണ്ടി
മൂവ് ചെയ്യുമ്പോഴും കണ്ടു കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ നമ്മുടെ ഇന്നത്തെ പാക്കേജിലെ എല്ലാ സ്ഥലവും നമ്മൾ വിസിറ്റ് ചെയ്തു. എല്ലാം കഴിഞ്ഞു, പാക്കേജ് അങ്ങനെ ഫിനിഷായി. ഇനി നമ്മൾ നേരെ പോണത് എയർപോർട്ടിലേക്കാണ് കേട്ടോ. Of love on this road, every scene's a delight. From sunrise to starlight, day to night. Nature's canvas unfolding so grand. In this journey we're living unplanned. City streets pulse with energy so bright. Neon signs flashing in the depths of night. Skyscrapers stand tall, reaching for the sky. As we pass by, with dreams flying high. No maps, no plans, just an open road. Wherever it leads, we'll happily go. Each sight, each sound, a memory to keep. In this adventure, dreams run deep. On this road, every scene's a delight. From sunrise to starlight, day to night. Nature's canvas unfolding so grand. In this journey we're living unplanned. ഫൈനലി ഇതാ നമ്മൾ മലേഷ്യൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതാ ട്രെയിനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ട്രാം തന്നെ തോന്നുന്നു പറയാം, എന്തിലാവട്ടെ. അപ്പോൾ അതൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ഗൈഡിനോടൊക്കെ ബൈ ബൈ പറഞ്ഞു. നമ്മുടെ കൂടെയുള്ള കുറച്ച് പേരോടൊക്കെ നമ്മൾ ബൈ ബൈ പറഞ്ഞു. എല്ലാവരോടൊന്നും പറയാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നമ്മൾ എല്ലാവരുമായിട്ട് അങ്ങനെ കമ്പനിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കമ്പനി ആയവരോടൊക്കെ ബൈ ബൈ പറഞ്ഞു. ഞാൻ ചെറുതായിട്ടൊന്ന് ഡ്രസ്സ് മാറിയിട്ടുണ്ട്. തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ വിച്ചു എയർപോർട്ടിൽ വന്ന് ഡ്രസ്സ് മാറി, അങ്ങോട്ട് പോകുമ്പോൾ ഞാനാണ് ഡ്രസ്സ് മാറിയത് കേട്ടോ. ഈ ഡ്രസ്സ് മാറാനുള്ള മെയിൻ റീസൺ എനിക്ക് തണുപ്പ് ഒട്ടും പറ്റില്ല. അപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഭയങ്കരമായിട്ട് തണുപ്പ് തട്ടും. ഒരു ഷർട്ടായിരുന്നില്ല, അപ്പോൾ അത് മാറ്റി ഞാൻ എൻ്റെ ഈ ഒരു നൈറ്റ് സ്യൂട്ട് ഇട്ടു. അതിലെ ടോപ്പ് മാത്രം ഇട്ടു. ഇതെൻ്റെ നൈറ്റ് സ്യൂട്ടാണ്, നല്ല കട്ടിയാണ് കേട്ടോ. ഒരു ബ്ലാങ്കറ്റിൻ്റെ മെറ്റീരിയലാണ്, ഭയങ്കര കട്ടിയാണ്, തണുപ്പ് ഒട്ടും കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ബാഗി ജീൻസ് തന്നെയായിരുന്നു. പിന്നെ ഹെയറൊക്കെ ഒന്ന് കെട്ടി വെച്ചു. നമ്മൾ നേരെ പോയത് മെക്ഡിയിലേക്കാണ്. എമിഗ്രേഷനും ചെക്കിങ്ങിനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മെക്ഡി പോയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. മെക്ഡി അറിയാമല്ലോ, വിച്ചുൻ്റെ ഫേവറേറ്റ് ആണ്. സോ മെക്ഡിയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഫ്ലൈറ്റ് ഓൺ ടൈം ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മലേഷ്യത്തെ യാത്ര ഫുള്ളായിട്ട് കഴിഞ്ഞു. നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്, തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ കൂടെ പാക്കേജിലുള്ള 1-2 ഫാമിലീസ് ഈ ഒരു ഫ്ലൈറ്റിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ വലതുകാലി വെച്ച് അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ ഫ്ലൈറ്റിലേക്ക് കയറുക. അതെന്തോ ശീലമായിപ്പോയി. കാരണം അച്ഛൻ എപ്പോഴും പറയും പ്രാർത്ഥിച്ചിട്ട് കയറണം. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കയറി നോക്കിയപ്പോൾ നമ്മുടെ സീറ്റ് ഏറ്റവും ലാസ്റ്റ്, അതായത് കിച്ചൻ്റെയും ബാത്റൂമിൻ്റെ അടുത്താണ്. ബാത്റൂമല്ല, ടോയ്ലറ്റിൻ്റെ അടുത്താണ് നമ്മുടെ സീറ്റ് ഉള്ളത്. അതും എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ചു കുറച്ച് നീളം കൂടുതലായ കാരണം ആ ഫ്രണ്ടത്തെ സീറ്റ് ബാക്കിലേക്ക് ആക്കുമ്പോൾ വിച്ചുവിന് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു സുഖമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 സീറ്റാണെങ്കിൽ 2 സീറ്റിൽ ആളുള്ളൂ. അതായത് ഞാനും വിച്ചുള്ളൂ, ഒരു സീറ്റിൽ ആളില്ല. അതുകൊണ്ട് വിച്ചിട്ട് സുഖമായിട്ട് കാല് നീട്ടിയിരിക്കാൻ ചെറുതായിട്ടെങ്കിലും പറ്റിയിട്ടോ. പിന്നെ ഫ്ലൈറ്റ് എടുക്കാൻ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. റൺവേയിൽ കുറച്ചധികം നേരം നിർത്തിയിട്ടു, എന്താണെന്നൊന്നും അറിയില്ല. കുറച്ച് നേരം പേടിച്ചു, നമ്മളെല്ലാവരും പേടിച്ചു കേട്ടോ റൺവേയിൽ നിർത്തിയിട്ടപ്പോൾ. പിന്നെ ഫ്ലൈറ്റ് എടുത്താൽ പിന്നെ അറിയാലോ, വിച്ചു സുഖമായിട്ട് കിടന്നുറങ്ങി. ഒരു ഉറക്കം കഴിഞ്ഞ് വിച്ചു എണീറ്റിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പുറത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാർ നമ്മൾ എന്തൊക്കെയോ കഴിക്കുന്നുണ്ടായിരുന്നു, നൂഡിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നൂഡിൽസ് ഓർഡർ ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ നൂഡിൽസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്, ക്യാമറ പകുതി പൊത്തി പിടിച്ചിട്ടാണ് ഞാൻ പറയണതെന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാനത് മനസ്സിലാക്കിയത് കേട്ടോ. നമ്മൾ പറഞ്ഞ നൂഡിൽസ് എനിക്ക് തോന്നുന്നു സ്പൈസി ആയിട്ടുള്ള നൂഡിൽസാണ്. പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് സ്പൈസ് കുറച്ചിട്ട് വേണം ഇടാനായിട്ടെന്ന്. പക്ഷേ ഇതെന്താ പറയുക, ഒടുക്കത്തെ സ്പൈസായിപ്പോയി. നമുക്ക് ഒട്ടും കഴിക്കാൻ പറ്റാതെ ആയിപ്പോയിട്ട്. ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഒരു 4-5 വായൊന്നുമില്ല, 2-3 വായനെ കഴിച്ചിട്ടുള്ളൂ. എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ കോംബോ ആയിട്ട് ടീ ഉണ്ടായിരുന്നു, അത് പിന്നെ ഞാൻ വിച്ചുവിന് കൊടുത്തു. ടീ ഞാൻ കുടിക്കാത്ത കാരണം. നൂഡിൽസ് കുഴപ്പമുണ്ടായിരുന്നില്ല, കുറച്ചധികം എരിവും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ സാധാ നൂഡിൽസ് പോലെ ആയിരുന്നില്ല അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ കുറച്ച് കഴിച്ചു, പിന്നെ അവിടെ വെച്ചു കൂട്ടും. നമ്മൾ എൻ്റെ ലിപ്സ്റ്റിക് കണ്ടോ, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. 4 ദിവസത്തിന് ശേഷം നമ്മളങ്ങനെ നാട്ടിലെത്തി എന്ന് പറയാൻ പറ്റില്ല, കൊച്ചിയിലെത്തി. നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഊബറിൽ കയറി ഒരു 2 hours ട്രാവലാണ് വീട്ടിലേക്ക്. ഫൈനലി നമ്മൾ സുഖമായിട്ട് തന്നെ വീട്ടിൽ റീച്ച് ചെയ്തു. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ, ലവ് യു.